പോക്കിരാജിലാണോ അണ്ണൻ തമ്പിയിലാണോ എന്നുള്ളത് കറക്റ്റ് ഓർമ്മയില്ല. നമ്മൾ രണ്ടല്ല ഒന്നാണെന്നൊക്കെ പറയുന്നൊരു ഡയലോഗില്ലേ, അതുപോലെയാണ്. ഒന്നല്ലെങ്കിലും അല്ല രണ്ടും അല്ല. യെസ്, ജലസി ആൻഡ് പൊസസീവ്നെസ്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് യെസ് പൊസസീവ്നെസ്സിനെ കുറിച്ചിട്ടാണ്, ജലസീനെ കുറിച്ചിട്ടൊക്കെയാണ്. ഇവരൊക്കെ ആരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണല്ലോ കയറി വന്നേ. വെൽക്കം ടു ദി എപ്പിസോഡ് ഓഫ് ലവ് ഗ്രൂപ്പ്. അയ്യോ നോ 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 അക്ഷയ് പ്രകാശ് മാത്രമാണ് ഗൈസ്, വേറെ ഒന്നുമില്ലെന്ന്. എനിക്ക് സ്റ്റോറീസൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് വരുമല്ലോ, അപ്പോൾ ഞാനെന്തോ ലവ് ഗുരു ആണെന്നോ അല്ലെങ്കിൽ ടോക്ക് ടു ലവ് ആണെന്നോ ഒക്കെ പറയുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ആൾക്കാർ വിചാരിക്കുന്നത് എന്നുള്ളത്. ബൈ ദ വേ, ദ ഹോൾ എപ്പിസോഡ്സ്, ദ ഹോൾ കോണ്ടൻസ് വി ഡിസ്കസ് ഹിയർ ആർ ജസ്റ്റ് മൈ തോട്ട്സ്, വേറെ ഒന്നുമല്ല. ഞാൻ ഗൂഗിൾ ചെയ്ത് പ്രോപ്പർ റിസേർച്ചസ് ഒക്കെ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്, അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് എനിക്ക് വലിയ നോളജ് ഒന്നുമില്ല. ഐ മീൻ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്ത കാര്യങ്ങൾ, അതൊക്കെയാണ് ഞാൻ അതിൽ പറയുന്നത് എന്നുള്ളത്. ചിലത് നിങ്ങളെ ഹെൽപ്പ് ആക്കുന്നുണ്ടാവും. ഐ ആം സോ ഹാപ്പി ഫോർ ദാറ്റ്. എന്ന് വെച്ച് എന്താണ് നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിലുള്ള ആൻസർ എൻ്റെ കയ്യിൽ ഉണ്ടാവണം എന്നില്ല. പറ്റുന്ന പോലെയൊക്കെ ഇവിടെ ഇങ്ങനെ ഇട്ടേർ. ഓക്കെ, യെസ്. എന്താണ് മിസ്റ്റർ അക്ഷയ്, എപ്പിസോഡ് പോകണ്ടേ? യെസ്, പോസിറ്റീവ്നെസ്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് നമ്മുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് ഈ ഒരു പോസിറ്റീവ്നെസ് തോന്നുന്നത് എന്നുള്ളത്? മിക്കപ്പോഴും അവരുടെ കൂടെ ഒരു ഓപ്പോസിറ്റ് സെക്സ് വരുന്ന സമയത്തായിരിക്കും അല്ലേ. അപ്പോൾ അവർ അവരുമായിട്ട് മറ്റേ പുതിയ ആളുമായിട്ട് കമ്പനി ആവുന്ന സമയത്തൊക്കെ ആയിരിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ കാണുമ്പോൾ ആയിരിക്കും എന്നുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും യുണീക്കായി നിർത്തണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുള്ളത്. നിങ്ങളുടെ ബോണ്ട് എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ പെട്ടെന്നൊരു ബോയ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്ത് പെട്ടെന്നൊരു ബോയ് വരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഗേൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് വേറൊരു ഗേൾ വന്ന് സംസാരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ അവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കെന്തൊരു ബാഡ് ഫീലിംഗ് അടിക്കുന്നു എന്നുള്ളത്. അതാണ് ഈ ഒരു പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത് എന്നുള്ളത്. യെസ്, അതായത് നിങ്ങളും അവരുമായിട്ടുള്ള ആ ഒരു യുണീക്നെസ് അത് ഇല്ലാണ്ടാവോ, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു ഫീലിംഗ് അത് യുണീക്കല്ല, അവരായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അത് കോമൺ ആയിട്ടുള്ള പോലെയൊക്കെ ഫീൽ ചെയ്യുമോ എന്നുള്ളൊരു തോട്ടൊക്കെ വരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ അവർ നിങ്ങളെക്കാളും സ്മാർട്ടായിട്ട് അവർക്ക് ഫീൽ ചെയ്യുമോ എന്നുള്ളത്. ഐ മീൻ പുതിയ ആൾ അത് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ, അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ. ആദ്യം ചെറിയൊരു പോസിറ്റീവ്നെസ് മാത്രമായിരിക്കാം, പക്ഷേ പതിയെ അവരുടെ ബിഹേവിയേഴ്സൊക്കെ കാണുമ്പോൾ എന്തൊരു പേടിയൊക്കെ വരുന്നൊരു അവസ്ഥ എന്നുള്ളത്. നിങ്ങളും അവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ ഒരു യൂഫോറിയ ക്രിയേറ്റ് ചെയ്യപ്പെടും, നിങ്ങൾ അവരുമായിട്ടുള്ള ആ ഒരു യുണീക്ക് ബോണ്ട് ആലോചിച്ചുകൊണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അവരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു സെയിം ബോണ്ട് ഉണ്ടാക്കാൻ നോക്കുന്ന സമയം ആ ഒരു യൂഫോറിയ ഇല്ലാണ്ടാവുന്നു എന്നുള്ളത്. നിങ്ങൾക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്തിരുന്ന ആ സ്പേസിലേക്ക് ഒരാൾ കയറി വരുന്നത് യു കാൻ ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ് അല്ലേ. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ ജലസിയും പോസിറ്റീവ്നെസ്സൊക്കെ കയറി വരുന്നത് എന്നുള്ളത്. ടു ബി ഹോണസ്റ്റ്, ഇറ്റ് ഈസ് ഫൈൻ. ഇത് ഭയങ്കര നാച്ചുറലാണ്, ഇറ്റ്സ് എ ഹ്യൂമൻ വേ അല്ലേ. ബട്ട് റിമെമ്പർ വൺ തിങ്, നിങ്ങളിങ്ങനെ ജലസ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ പോസിറ്റീവ് ആയതുകൊണ്ടോ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ എനർജി ഡ്രെയിൻ ആക്കും എന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സത്യം പറഞ്ഞ നിങ്ങൾക്ക് അത്രയും പ്രഷ്യസ് ആയ ഒരു കാര്യത്തെ വേറെ ആരെങ്കിലും കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് അത്ര സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് അത്രയും നോർമൽ ആയിരിക്കും എന്നുള്ളത്. ആൻഡ് ദാറ്റ്സ് വൈ യു ഹാവ് ടു വർക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ഡിഫറെൻറ്റ് പേഴ്സണായി മാറും എന്നുള്ളത്. പക്ഷേ അങ്ങനെ തീരുന്നില്ലല്ലോ അല്ലേ, ഇത് വിട്ടുകൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ. ഹൗ ക്യാൻ വി ഗെറ്റ് റൈഡ് ഓഫ് ദിസ് ഫീലിംഗ്? ലെറ്റ് ഗോ എന്നുള്ളതാണ്. ഓക്കെ, ഐ നോ ഇറ്റ്സ് നെവർ ഈസി ആസ് ഇറ്റ് സൗണ്ട്സ് അല്ലേ. പക്ഷേ യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് യു ഹാവ് ടു ട്രസ്റ്റ് ദാറ്റ് നോ വൺ ക്യാൻ ത്രെറ്റൻ യുവർ ബോണ്ട് വിത്ത് യുവർ ലവ്ഡ് വൺ. ആൻഡ് ചില സമയം ഇറ്റ്സ് ഹാർഡ്, ഐ നോ കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇത് മനസ്സിലാക്കുക എന്നുള്ളത്. ആൻഡ് ചില മനസ്സിലാക്കലുകൾ ചിലപ്പോൾ നമ്മൾ ഒരുപാട് ഹേർട്ടാക്കും എന്നുള്ളത് അതൊരു റിയാലിറ്റി കൂടിയാണ് എന്നുള്ളത്. പക്ഷേ നല്ലതാണ്. നമ്മൾ എത്രയും സ്പെഷ്യലായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് നമുക്കത് ഫീൽ ചെയ്യും. അവരുടെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഉള്ള ആക്ഷൻസിലൂടെ നമുക്ക് മനസ്സിലാവും എന്നുള്ളത്. ആൻഡ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ യു മസ്റ്റ് ലേൺ ടു ട്രസ്റ്റ്. അല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും എന്നുള്ളത്. നിങ്ങൾ വീണ്ടും അവരോട് ഓരോന്ന് ചോദിക്കുന്നതും അല്ലെങ്കിൽ അവരത് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് സംസാരിക്കുന്നതൊക്കെ അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും എന്നുള്ളത്. സോ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളത്രയും വീക്ക് പേഴ്സണാലിറ്റി ഒക്കെ ഉള്ള ആളാണോ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആവുന്നില്ലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബോറാക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. ആൻഡ് ഇഫ് യു റിയലി ഫീൽ ദാറ്റ് ഈ ഒരു പുതിയ ആളിൻ്റെ കടന്നു വരവ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ത്രട്ടൺ ചെയ്യുന്നുവെങ്കിൽ യു മസ്റ്റ് ലേൺ ടു ലെറ്റ് ഗോ ആൻഡ് മൂവ് ഫോർവേഡ്. നിങ്ങൾ ഒരു ഓപ്ഷനായിട്ട് മാത്രം കാണുന്ന ആൾക്കാരുടെ അടുത്ത് ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലല്ലോ അല്ലേ. സോ ഏറ്റവും വൈസ് ഡിസിഷൻ എന്ന് പറയുന്നത് ഈസ് ടു ലേൺ ഹൗ ടു ലെറ്റ് ഗോ പീപ്പിൾ എന്നുള്ളതാണ്. നിങ്ങളുടെ ഇവരിൽ ഇങ്ങനെ ജലസായിട്ടും പോസിറ്റീവായിട്ടൊക്കെ ടൈം വേസ്റ്റ് ചെയ്യാതെ പ്രത്യേകിച്ച് ഒരു കാര്യവും അവിടെ ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത്. ആൻഡ് ഓൾസോ മനസ്സിലാക്കേണ്ട കാര്യമാണ് ലൈഫ് ഈസ് ഇൻ അബൌട്ട് യു വെൻ ഇറ്റ് കംസ് ടു എ റിലേഷൻഷിപ്പ്. അത് രണ്ടുപേരും ഇൻവോൾവ് ആണ് എന്നുള്ളത്, രണ്ട് സൈഡിൽ നിന്ന് ചിന്തിക്കണം എന്നുള്ളത്. ഓക്കെ, പോസിറ്റീവ്നെസ് ഒക്കെ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവും ആൻഡ് ഇറ്റ്സ് നോർമൽ. ആൻഡ്
പക്ഷേ ചില കാര്യങ്ങൾ മൈൻഡിൽ വയ്ക്കുക എന്നുള്ളത്. ആൻഡ് ഇഫ് യു ആർ ഇൻ എ സീരിയസ് റിലേഷൻഷിപ്പ്, ട്രസ്റ്റ് ഈസ് എ ഫൗണ്ടേഷൻ. യു ഷുഡ് ട്രസ്റ്റ് യുവർ പാർട്ട്ണർ. ട്രസ്റ്റിനെ കുറിച്ചൊരു ഫുൾ എപ്പിസോഡ്സൊക്കെ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പോയി കേൾക്കാം എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ബാക്കിയുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ജസ്റ്റ് റിമെമ്പർ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നു എന്നുള്ളത്, അല്ലേ? ആൻഡ് സോ ഇറ്റ്സ് ദ സെയിം, എന്താ പറയുക, അത് തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത് എന്നുള്ളത്. ഇംപ്രൂവ് യുവർ സെൽഫ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടെത്തുക എന്നുള്ളത്, നിങ്ങൾ ഒരു ബെറ്റർ പേഴ്സണാക്കി മാറ്റാനായിട്ടൊക്കെ ടൈം കണ്ടെത്തുക എന്നുള്ളത്. ആൻഡ് വേറെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേക്കിംഗ് യുവർ സ്കെഡ്യൂൾ ബിസി. അതായത് നിങ്ങൾ ഒരുപാട് ബിസിയാണ്, നിങ്ങൾക്ക് ഒരുപാട് വർക്ക്സ് പെൻഡിങ് ഉണ്ട്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓവർ തിങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ പോസിറ്റീവ്നെസ് ഒക്കെ അടിക്കാനൊക്കെ ആയിട്ട് അതിനും മാത്രം ടൈമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. നിങ്ങളുടെ ഗോൾസൊക്കെ ഫോക്കസ് ചെയ്യും. ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ എല്ലാവർക്കും ഒക്കെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യൂ എന്നുള്ളത്. ഗോ ഫോർ മൂവീസ് അല്ലെങ്കിൽ ബുക്സ് എക്സെട്ര. ആൻഡ് ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, പേടിയാണ് എന്നുള്ളത്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ ചീറ്റ് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിയായിരിക്കും എന്നുള്ളത്. കുറേ റോങ് തോട്ട്സ് ഒക്കെ കയറി വരുന്നു എന്നുള്ളത്. നിങ്ങളുടെ പാർട്ട്ണറിന് പുതിയ ആൾ ഫ്ലേർട്ട് ചെയ്യണോ, അൺഇൻറ്റൻഷനലി തന്നെ ഒരുപാട് റോങ് സിഗ്നൽസ് ഒക്കെ കൊടുക്കുന്നുണ്ടോ, ഇങ്ങനെ ഒരുപാട് തോട്ട്സ് ഒക്കെ കയറി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ അവർ ആ ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല എന്നുള്ളത്. ഹാപ്പിനെസ്സിന് മുകളിലായിട്ട് ഇത്തരം പേടികളാണ് എന്നുള്ളത്. ആൻഡ് സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാം, നിങ്ങൾക്ക് അവർ പോകും എന്ന് തോന്നുവാണെങ്കിൽ സെറ്റ് ദം ഫ്രീ. അവർക്ക് നിങ്ങൾ അത്ര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാത്രമാണ് എല്ലാം എന്നുണ്ടെങ്കിൽ, ഇറ്റ് വിൽ എൻഡ് അപ്പ് നൈസ്. ദേ വിൽ കം ബാക്ക് ടു യു. എനിക്കറിയാം ഇതെങ്ങനെ പെട്ടെന്ന് പറയുക എന്നൊക്കെ, ഇറ്റ്സ് ഈസി ടു സേ. പക്ഷേ നിങ്ങളുടെ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെ പെട്ടെന്നൊന്നും നടക്കില്ല. പക്ഷേ വൺസ് നിങ്ങളിത് മനസ്സിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ തിങ്സ് വിൽ ഹാപ്പൻ നൈസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോസിറ്റീവ്നെസ് ഉണ്ടോ അല്ലെങ്കിൽ ജലസാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, യു വിൽ ലവ് ഫോർ ഇറ്റ്. യു വിൽ ഫൈൻഡ് യുവർ ലോങ് ടേം ലവ്. സോ യെസ്, ഇത്രയൊക്കെയാണെന്ന് പറയാനായിട്ടുള്ളത്. ഒരു ലോങ് ടേം ലവ് അല്ലെങ്കിൽ ഒരു ലൈഫ് ലവ് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു പാർട്ട്ണർ അവരെയൊക്കെ കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങൾ ഞാനായിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.